ലെറ്റ്സ് ആൻഡ് ഡിറ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫോപാർക്ക് സൈറ്റിൽ വന്നിട്ടുള്ള രണ്ട് ജോബ് വേക്കൻസീസ് ആണ്. ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ട് വേക്കൻസീസ് അപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. രണ്ട് വേക്കൻസീസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തത് ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്, രണ്ടാമത്തെ വരുന്ന ഒരു ടെലികോളറിന്റെ വേക്കൻസിയാണ്. ഒത്തിരി എന്റെ നേരത്തെ വീഡിയോയിലൊക്കെ ഒത്തിരി കമന്റ്സിലൊക്കെ വരും, ടെലികോളറിന്റെ വേക്കൻസി ഉണ്ടോ, അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് DM ഒക്കെ വന്നേക്കുന്നത് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ വേക്കൻസി അക്കൗണ്ടന്റിന്റെ, ഞാൻ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ് വന്നേക്കുന്നത്. ടച്ച് വേൾഡ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി ഇൻഫോപാർക്ക് വെബ്സൈറ്റിൽ ഷെയർ ചെയ്തേക്കുന്ന വേക്കൻസിയാണ്. അപ്പോൾ അവരൊരു അക്കൗണ്ടിനെയാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ റിക്വയർമെന്റ് ഡീറ്റെയിൽസ് JD ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം, ഡിഗ്രി ഇൻ കൊമേഴ്സ്, ഫിനാൻസ് ഓർ അക്കൗണ്ടിങ്. പിന്നെ വേണ്ടത് മിനിമം ഒരു 1 year ഓഫ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് ഓർ സിമിലർ റോൾ. ഇപ്പോൾ ഫ്രഷേഴ്സ് അല്ല, ബിഗിനേഴ്സിന് പറ്റിയത്, ജസ്റ്റ് 1 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണിത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷൻസി ഇൻ ടാലി ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് മാൻഡേറ്ററി, സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് ഡിഗ്രിയാണ്, ബേസിക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, ഫിനാൻസ് ഓർ അക്കൗണ്ടിങ് ആണ് അവർ പറഞ്ഞേക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഇതുള്ളവര്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ, ഈവൻ 1 year ആയാലും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കായാലും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു വേക്കൻസി ആണെന്ന് തോന്നുന്നു JD ഒക്കെ കണ്ടിട്ട്. ലൊക്കേഷൻ വരുന്നത് ഇൻഫോപാർക്ക് കൊച്ചിൻ ആണ്. എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം 1 year. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ hrteam@touchworldtechnology.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലായിട്ട് നിങ്ങൾ റെസ്യൂമെ ഫോർവേഡ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അവരെടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും അവർ താഴെ മെയിൽ ഐഡി ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. hrteam@touchworldtechnology.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലായിട്ടാണ് നിങ്ങളുടെ റെസ്യൂമെ സെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തൊരു വേക്കൻസി വരുന്നത് ടെലികോളർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. അപ്പോൾ ഇതിനകത്ത് അധികം JDയും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. അൾട്ടോസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഇൻഫോപാർക്ക് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. രണ്ടിന്റെയും ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം. ഇവർ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പീരിയൻസ് 6 months to 1 year, ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഓർ ഡിപ്ലോമ. വി ആർ ലുക്കിംഗ് ഫോർ ഫ്രഷ് മൈൻഡഡ് കാൻഡിഡേറ്റ്സ് ടു ജോയിൻ അവർ ടീം. അപ്പൊ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ aishwarya@altostechnologies.in എന്ന് പറയുന്ന മെയിൽ ഐഡിയിലായിട്ട് നിങ്ങളുടെ റെസ്യൂമെ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഷെയർ ചെയ്തേക്കുന്ന രണ്ട് വേക്കൻസീസ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ജോലി നോക്കുന്ന ഫീൽഡാണ്. ഇപ്പൊ അക്കൗണ്ടന്റ് ആയാലും അതുപോലെ തന്നെ ടെലികോളർ എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി തൽക്കാലത്തായിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി വേണം എന്നൊക്കെ പറയുന്ന ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ജോലിയാണ് ടെലികോളർ വേക്കൻസി. പക്ഷെ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്. അത്യാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ്. ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലയൊക്കെ കാണുന്ന രീതിയിലുള്ള ജോലിയാണ്. നല്ല അധ്വാനം വേണ്ട ജോലിയാണ് ടെലികോളർ. ഇപ്പോൾ നമ്മൾ ഫ്രഷർ ആയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഓക്കെ ടെലികോളർ സിമ്പിൾ ആണല്ലോ ചെയ്യാൻ എന്നുള്ളത്. പക്ഷെ അത് ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ വിഷമവും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് വേക്കൻസിയും എനിക്ക് തോന്നുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസിനൊക്കെ, ഈവൻ പാർട്ട് ടൈം ആയിട്ട് നോക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞ് അത്യാവശ്യം പെട്ടെന്നൊരു ജോലി, കുറച്ച് കാശിന് അത്യാവശ്യം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയറാൻ പറ്റിയൊരു രണ്ട് വേക്കൻസീസ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരോ റിലേറ്റീവോ ആരെങ്കിലും ഒക്കെ ഇതുപോലെ അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെലികോളർ ജോബിയൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ